ഇത്തവണ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര മന്ത്രിമാർ ജയിച്ചു വരും? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് കേരളത്തിലെ 1 ഡസൻ മന്ത്രിമാരെങ്കിലും തോൽക്കുമെന്നാണ്. കാരണം അത്രയും ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്നാണ് UDF അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ LDF കരുതിയിരുന്നത് അവരുടെ മന്ത്രിമാരൊക്കെ ജയിച്ചു വരും എന്ന് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് കണക്കുകൾ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡുകൾ വെച്ച് നോക്കുന്ന സമയത്ത്, ഇപ്പോൾ പലപ്പോഴും എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അതിന് പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള പല സൂചനകളും അവർ നൽകി കഴിഞ്ഞു. മതപരമായ വോട്ടിങ്ങിനെ കുറിച്ചുള്ള സൂചനകളൊക്കെ നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഓരോ നിയോജകമണ്ഡലത്തിലും ഏത് രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതിന് സൂചനകൾ നമുക്ക് ലഭിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് UDFന്റെ നേതാക്കൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ മന്ത്രിസഭയിലെ നല്ലൊരു വിഭാഗം മന്ത്രിമാർ അവർ ജയിക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ച് മന്ത്രിമാർക്ക് മാത്രമാണ് ഉറപ്പായും ജയിക്കാൻ കഴിയുമെന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ ധർമ്മടം ഉൾപ്പെടുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും LDFും UDFും തമ്മിലുള്ള വിടവ് കാര്യമായി നികത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് ജയിക്കാൻ കഴിയുമെങ്കിലും ചിലപ്പോൾ ഭൂരിപക്ഷം കുറയാൻ സാധ്യതയുണ്ട്. കണ്ണൂർ ജില്ലയിൽ മത്സരിക്കുന്ന മറ്റൊരു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ജയിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ വടക്കൻ കേരളത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ പരാജയപ്പെടാൻ പോകുന്ന ആദ്യത്തെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനായിരിക്കും. അടുത്തത് വയനാട്ടിൽ മത്സരിക്കുന്ന OR കേളുവാണ്. വയനാട്ടിലെ 3 സീറ്റിൽ 1 സീറ്റിൽ മാത്രമാണ് കഴിഞ്ഞ തവണ LDF ജയിച്ചത്. ഇത്തവണ 1 സീറ്റും LDFന് കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ. അങ്ങനെ രണ്ടാമത്തെ മന്ത്രി കേളുവായിരിക്കും പരാജയപ്പെടാൻ പോകുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് AK ശശീന്ദ്രൻ മത്സരിക്കുന്നുണ്ട്, എലത്തൂരിൽ നിന്ന്. പക്ഷേ AK ശശീന്ദ്രന്റെ മണ്ഡലത്തിൽ LDFന് കാര്യമായ സ്വാധീനമുണ്ട്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറയുമായിരിക്കും. എന്നാൽ ബേപ്പൂരിൽ മത്സരിക്കുന്ന മുഹമ്മദ് റിയാസ്, പിണറായി വിജയന്റെ മകളുടെ ഭർത്താവ് കൂടിയായ മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ മണ്ഡലത്തിൽ കടുത്ത പോരാട്ടമാണ് നടത്തുന്നത്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തും എന്ന് തന്നെയാണ് PV അൻവർ, MLA ആയിരുന്ന PV അൻവർ, നേരത്തെ LDFന്റെ MLA ആയിരുന്ന PV അൻവർ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത്, മുഹമ്മദ് റിയാസ് ജയിക്കുകയാണെങ്കിൽ ഞാൻ കോഴിക്കോട് കിഡ്സൺ കോർണറിൽ നിന്ന് മിഠായി തെരുവിലൂടെ റെയിൽവേ സ്റ്റേഷൻ വരെ തല മൊട്ടയടിച്ച് കമ്മൽ ധരിച്ച് താൻ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ പല ഗിമ്മിക്കുകളൊക്കെ തന്നെ അൻവർ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ അൻവറിന്റെ വാക്കുകൾ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അൻവറിന് മറുപടിയായിട്ട് മറ്റു പലരും അൻവർ ജയിച്ചാൽ താൻ മുട്ടയടിച്ച് നടക്കുന്ന പല ആളുകളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും ആ മുട്ടയടിക്കലും ഒക്കെ നമുക്ക് അതിൻ്റെതായ പ്രാധാന്യം മാത്രം നൽകിയാൽ മതി. പക്ഷേ ബേപ്പൂരിൽ അതിശക്തമായ പോരാട്ടമാണ്. റിയാസ് ജയിക്കുമെന്നാണ് കരുതുന്നെങ്കിലും വലിയ ഭൂരിപക്ഷം റിയാസിന് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ റിയാസ് പരാജയപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് തോൽക്കുന്ന രണ്ടാമത്തെ മന്ത്രി, മൂന്നാമത്തെ മന്ത്രി എന്ന നിലയിൽ നമ്മൾ റിയാസിനെ കണക്കാക്കുന്നില്ലെങ്കിലും ഒരുപക്ഷെ റിയാസ് പരാജയപ്പെട്ടാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. മലപ്പുറത്ത് കഴിഞ്ഞ തവണ താനൂരിലാണ് മന്ത്രി V അബ്ദുറഹ്മാൻ മത്സരിച്ച് ജയിച്ചത്. അദ്ദേഹത്തിന് ലീഗിനെ അവിടെ തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ചെറിയ വോട്ടിനാണ് അദ്ദേഹം ഫിറോസിനെ, മുസ്ലിം ലീഗ് നേതാവ് ഫിറോസിനെ തോൽപ്പിച്ചത്. പക്ഷെ ഇത്തവണ അദ്ദേഹം താനൂരിൽ മത്സരിക്കാൻ തയ്യാറായില്ല. പകരം അദ്ദേഹം തിരൂരിലാണ് മത്സരിക്കുന്നത്. പക്ഷെ തിരൂരിൽ അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ മത്സരിക്കുന്ന ബിന്ദു, ഇരിഞ്ഞാലക്കുടയിൽ മത്സരിക്കുന്ന ബിന്ദു മന്ത്രി ബിന്ദുവിന്റെ കാര്യവും പരിങ്ങലിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാലക്കാട് നിന്ന് K കൃഷ്ണൻകുട്ടി മത്സരിക്കുന്നില്ല. അതേപോലെ തന്നെ തൃശ്ശൂരിൽ മത്സരിക്കുന്ന CPI മന്ത്രിമാരൊക്കെ തന്നെ ജയിക്കാൻ, K രാജൻ ജയിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് കാര്യമായ ഭീഷണിയില്ല. CPIയുടെ മറ്റു മന്ത്രിമാർക്കും കാര്യമായ ഭീഷണിയില്ല എന്നാണ് പറയുന്നത്. ചടയമംഗലത്ത് ചിഞ്ചുറാണിക്കും വലിയ ഭീഷണിയില്ല. അതുപോലെ തന്നെ നെടുമങ്ങാട് GR അനിലിന് വലിയ ഭീഷണിയില്ല. ചേർത്തലയിൽ പ്രസാദിന് പക്ഷേ ഭീഷണിയുണ്ട്. പ്രസാദും ജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത രീതിയിലാണ് ആലപ്പുഴയിലുള്ളത്. എറണാകുളത്ത് നിന്ന് മത്സരിക്കുന്നത് P രാജീവാണ് കളമശ്ശേരിയിൽ നിന്ന്. കളമശ്ശേരിയിൽ അതിഗംഭീരമായ വലിയ കരുത്തുറ്റ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. വേണമെങ്കിൽ P രാജീവിന് അല്പം വരെ മേധാവിത്വമുണ്ട് എന്ന് പറയാൻ കഴിയും. പക്ഷേ മുസ്ലിം ലീഗാണ് അതിൽ സ്ഥാനാർത്ഥി.
വലിയ രീതിയിലുള്ള വർഗീയ ചേരിതിരിവൊക്കെ അവിടെ നടക്കുന്നുണ്ട്. UDF അതിശക്തമായിട്ട് തന്നെയാണ് രാജീവിനെ നേരിടുന്നത്. അതുകൊണ്ട് രാജീവിന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. അതേപോലെ തന്നെ കോട്ടയത്ത് VN വാസവൻ ഏറ്റുമാനൂരിൽ അതിശക്തമായ മത്സരമാണ് നേരിടുന്നത്. ആലപ്പുഴയിൽ പക്ഷേ ചെങ്ങന്നൂരിൽ മത്സരിക്കുന്ന സജി ചെറിയാൻ ജയിക്കുമെന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നു. സജി ചെറിയാൻ അത്ര വലിയ എതിർപ്പുണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന് അതിശക്തമായ എതിർപ്പാണുള്ളത്. റോഷി അഗസ്റ്റിനും ജയിക്കുമെന്ന് ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാനും കഴിയില്ല. കൊല്ലത്ത് മത്സരിക്കുന്ന കൊട്ടാരക്കരയിൽ മത്സരിക്കുന്ന KN ബാലഗോപാലിനും ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേപോലെ തന്നെ പത്തനാപുരത്ത് KV ഗണേഷ് കുമാറും അതിശക്തമായ മത്സരമാണ് നേരിടുന്നത്. പത്തനംതിട്ടയിൽ വീണ ജോർജ് അതിനേക്കാൾ രൂക്ഷമായി. വീണ ജോർജ് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത്. തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന GR അനിലിന്റെ കാര്യം നേരത്തെ തന്നെ പറഞ്ഞു. അതേസമയത്ത് നേമത്ത് മത്സരിക്കുന്ന ശിവൻകുട്ടി ഏതാണ്ട് തോൽക്കുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പായിരിക്കണം. അങ്ങനെ ഏതാണ്ട് ഒരു ഡസനോളം മന്ത്രിമാരെങ്കിലും പരാജയപ്പെടും എന്ന നിലയിലേക്കാണ് കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിമാരെ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതിന്റെ തന്നെ സൂചനയാണ്. അതുകൊണ്ട് 20 മന്ത്രിമാരിൽ ഒരു ഡസൻ മന്ത്രിമാരെങ്കിലും പരാജയപ്പെടും എന്ന് പറയുന്ന UDFന്റെ അവകാശവാദം ഏതാണ്ടൊക്കെ ശരിയാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നടന്നു നീങ്ങുന്നത്.